ഹായ് ഗൈസ്, അപ്പം നമ്മൾ പുതിയ ഗെയിമായിട്ടാണ് വന്നേക്കണേ. ഈ ഗെയിമിൻ്റെ പേര് ദ ക്രസഡ് ISL എന്ന് പറഞ്ഞിട്ടാണ്. ഈ ഗെയിമിനൊക്കെ ഇഷ്ടമുള്ള ഡൈനോസേഴ്സിനൊക്കെ എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിനായിട്ട് കളിക്കാൻ പോവാണ്. ഞാൻ അതിന് മുമ്പ് കളിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫ്രണ്ടിനെ കിട്ടിയതാണ്. അപ്പോൾ ആ ഫ്രണ്ടിനായിട്ട് കളിക്കാൻ പോവാണ്. ഇത് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ എത്ര ആയിട്ടുള്ളൂ എൻ്റെ ഒരു പവറൊക്കെ. ഇന്നത് ഇഷ്ടം പോലെ മാപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ആ കുളത്തിൻ്റെ അങ്ങോട്ടേക്കാണ് പോണത്. അവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവും. നമ്മൾ ഓൺലൈനാണ് കളിക്കണത്. ഇന്നത്തെ എല്ലാ ഡൈനോസറും ഓരോരോ ആൾക്കാരായിരിക്കും. ഞാനിപ്പോൾ അവരായിട്ട് ഫ്രണ്ടാവാൻ നോക്കാം കേട്ടോ. അവർ ഫ്രണ്ടായിട്ടുണ്ട് കേട്ടോ. അവർ സ്മൈൽ ഇട്ടെടുത്തിട്ടാണെങ്കിൽ അവർ ഫ്രണ്ടാവും. അവരുടെ ഫുഡ് നമുക്ക് കൊണ്ടുവന്നുണ്ട് കേട്ടോ. ഫ്രണ്ടായിട്ട് കഴിച്ച അവർ നമുക്ക് ഫ്രണ്ടായേ ഭാഗ്യമുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ആൾക്കാരെ കടിച്ചിടാറാണ്. ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചൈനക്കാർക്ക് എന്തോ ഒരു ഇതുണ്ട്. ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത ചിലവരൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യും. പക്ഷേ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യണവർ നമ്മളൊന്നും ചെയ്യില്ല കേട്ടോ. വേറൊരാളൊന്നുമല്ല, പുന്നൻ. ഇത് കൊള്ളാം കേട്ടോ. വേറെ ഒരാളൊന്നും ആ ഫുഡ് തിന്നുന്നുണ്ട്. തിന്നോട്ടെ എന്ന് വെച്ച് ഞാൻ അവിടെ പോയി കിടന്ന് കുറച്ച് നേരം അവിടെ കിടന്ന്. പിന്നെ നോക്കിയപ്പോൾ ഇനിയുണ്ട് 21 മിനിറ്റ് ഉണ്ട് അഡൽട്ട് ആവാൻ വേണ്ടി. വലുതാവണമെങ്കിൽ ഇനി 21 മിനിറ്റ് ഉണ്ട് ഗൈസ്. നിങ്ങളൊന്ന് ഈ ഗെയിമൊന്ന് കളിച്ചോളാം. അടിപൊളി ഗെയിമാണ്. ഫോണിൽ കളിക്കുന്ന ഗെയിമാണ് കേട്ടോ ഇത്. ഒരു പ്രാവശ്യം കളിച്ചാൽ മതി, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ രാവിലെ ആയിട്ടാണ് നമ്മൾ പിന്നെ വീഡിയോ എടുക്കുന്നത്. കുറച്ചും കൂടി രാവിലെ ആയി. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ വരച്ച് നമ്മൾ കുളത്തിൽ പോയിട്ടോ. എനിക്ക് ഇത് കിട്ടും. എൻ്റെ പൊന്നു, മറ്റേ സാധനം വന്നല്ലോ. ആ റെഡ് കളർ എന്താണെന്ന് അറിയുമോ? അത് നമ്മൾ എന്തിനെങ്കിലും ഒന്ന് അറ്റാക്ക് ചെയ്യണം, എന്നാലാണ് ആ ഇത് പോവുള്ളൂ, ആ റെഡ് കളറ്. പിന്നെ നമ്മൾ വലുതാവില്ല. ആ റെഡ് കളർ പോണവരെ പോവില്ല. നമ്മളപ്പോൾ മീനെ പിടിക്കാൻ പോകണേ. ഉയ്യോ ഇതെന്ത് വലിയ ഡിനോസർ. പിന്നെ ഫ്രണ്ടാവട്ടെ. ഫ്രണ്ടായാൽ മതിയായിരുന്നു. നമ്മളൊരു മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. ചൈന ഭാഷയിൽ എന്തോ ചോദിക്കുന്നുണ്ട് അവർ. പക്ഷെ നമ്മൾ ഫുഡ് അവിടെ കൊട്ടുന്നുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവരവിടെ പോയി കിടന്ന് ഇഞ്ചറി ഉണ്ടെന്നുകൊണ്ട് കേട്ടോ. അതൊന്നും ഉണ്ട് അവിടെ പോയി കിടന്ന്. നമ്മളിപ്പോൾ ഒരു മീനും കൂടി പിടിച്ചെടുത്തുണ്ട്. പുള്ളിക്ക് വിശക്കുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ നമ്മളപ്പോൾ ഒരു മീനും കൂടി കൊടുത്തപ്പോൾ അയാൾ എണീച്ച് പോവാൻ ചേട്ടാ. തിന്നാൻ പറ്റട്ടെ ഗൈസ്. അപ്പോൾ ഫ്രണ്ടായേ. ഗൈസ് ഫ്രണ്ടായി. വലിയ ഡിനോസർ ഫ്രണ്ടായിട്ടാ. നമ്മുടെ ഭാഗ്യം. മറ്റവന് മീനെ പിടിക്കണ്ട കേട്ടോ. മറ്റവന് മീനെ പിടിച്ചിട്ടോ. മറ്റവനോടെ ഓടിപ്പോയി. എന്താണെന്നറിയില്ല. അതിന് പേടി ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഒരു മീനും കൂടി ചെയ്ത് പോണ്. അപ്പം അതിനും കൂടി പിടിക്കാൻ വെച്ച് ഞാൻ പോവാണ്. വേറെ വലിയ ഡിനോസറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് മേടിക്കാൻ പറ്റില്ല. പൈസ കൊടുത്ത് മേടിക്കണം നമ്മൾ. ഓരോരോ ഓഫർ വരും. അപ്പം നമ്മൾ അതിന് പൈസ കൊടുത്ത് മേടിക്കണം. പക്ഷെ നമുക്കൊരു വേറൊരു കാര്യമുണ്ട്. ഇവരുടെ അടുത്തൊക്കെ ഞങ്ങൾക്ക് പോയി നെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്നറിയോ? എഗ്ഗാണ്, എഗ്ഗ്. ഇവരപ്പോൾ ഇങ്ങനെ എഗ്ഗൊക്കെ ഉണ്ടാക്കും. മുട്ട കൂടുണ്ടാക്കിയിട്ട് മുട്ട അതിനകത്ത് വെക്കും. അപ്പം നമ്മളതിനകത്ത് പോയിട്ട് ഇൻവിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ആ കുഞ്ഞ ഡിനോസറായിട്ട് മാറും. ഞാനപ്പോൾ ഞാൻ ഫ്രം ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് അടിക്കുന്നുണ്ട്. നോക്കട്ടെ കേട്ടോ ഗൈസ്. പുള്ളി എന്താ വീഴുന്നെന്ന് നോട്ടെ. ഞാൻ അവിടെ പോയിട്ട് അവനെ വിളിക്കാൻ നോക്കിയപ്പോൾ അവനാണ് ഈ പേടിച്ചോണ്ട്. എന്താണെന്നറിയില്ല. ഞാനപ്പോൾ സ്മൈലും ഇട്ട് എൻ്റെ പൊന്നു. അടിപൊളി ഗെയിം ആട്ടെ ഗൈസ്. നിങ്ങളൊന്ന് കളിച്ചോണം. ഇവിടെ ഈ സ്ഥലം മാത്രമല്ല, കുറേ സ്ഥലമുണ്ട്.
ഇവിടെ മറ്റേ വെജിറ്റബിളൊക്കെ കഴിക്കണ കുറേ ഡൈനോസറൊക്കെ ഉണ്ട്. ഇവനവിടെ പോയപ്പോൾ എന്താണെന്നറിയില്ല. ഞാൻ ബാക്കിലായിട്ട് നോക്കി വേറെ വല്ല ഡൈനോസർ ഉണ്ടെന്ന് വിചാരിച്ച്. പിന്നെ എന്താണെന്ന് വെച്ചപ്പോൾ അവിടെ വേറൊരുത്തനുണ്ടായിരുന്നു. അവനെ അറ്റാക്ക് ചെയ്യാറുണ്ട്. കണ്ട, അവൻ ബാക്കടിച്ച് പോകാനായിട്ട് പോകാറുണ്ട്. അവനൊരടി കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കും അവനവിടെ നിന്ന് പോയി. കണ്ട, ബാക്കടിച്ച് പോയി. ഞാൻ ഇയാളുടെ അടുത്ത് ചോദിച്ചായിരുന്നു എനിക്ക് മുട്ട തരുമെന്ന്. ആ റെഡ് കളർ പോകാൻ വേണ്ടി ഞാൻ അറ്റാക്ക് ചെയ്യണമെന്ന് അറിയില്ല. ഇതേനാ ഇങ്ങനെ വലിയ ഡിനോസറെ പോയി ഇങ്ങനെ ഒന്ന് ഇതാക്കിയാൽ മതി. അപ്പോൾ ആ റെഡ് കളർ അവിടെ കുറയണണ്ട. സൈഡിലോട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ മാപ്പിൻ്റെ അടിയിൽ കണ്ട, ഇപ്പം പച്ച കളറായിട്ടുണ്ടെങ്കിൽ നിർത്താം. കണ്ട, സ്ലീപ്പ് ചെയ്യുക.